Hello, good morning. It's me Simon YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a fantastic positive day. എങ്ങനെയുണ്ട് രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഞാൻ പയ്യെ തിരിച്ച് നടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഞാനിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു കർഷകൻ എന്നെ സമീപിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്? വിളിക്കിയത് എക്സസൈസ് ആണെന്നും അറിയത്തില്ല, അല്ലെ ആ ഭാഷ പറയാൻ അറിയത്തില്ല. രണ്ട് ചോദിച്ചു എത്ര നാളായി? ഞാൻ പറഞ്ഞു ഈ സീരിയസ് ആയിട്ട് എക്സസൈസ് തുടങ്ങാൻ 16 വർഷമായി. അതിനു മുമ്പ് നടക്കുമ്പോൾ മാത്രമേ ഉള്ളായിരുന്നു. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ഞാൻ വല്ലോ ഈ മനുഷ്യനെ മാർഷ്യൽ ആർട്സിൻ്റെ ഭാഗമായിട്ടാണോന്നറിയാം. ഞാൻ പറഞ്ഞല്ല, ജസ്റ്റ് ഫോർ മൈ കീപ്പിംഗ് അപ്പ് ഓഫ് മൈ ഹെൽത്ത്, ദാറ്റ്സ് ഓൾ. എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആണ്. എന്താ അതുകൊണ്ടുണ്ടായ ഗുണം? അദ്ദേഹം വിടുന്ന മട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വർഷങ്ങളായിട്ട് 34 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു. 10 വർഷമായിട്ട് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായി മാറി. ഡയബറ്റിക് പൂർണ്ണമായി മാറി എന്ന് പറയാൻ പറ്റിയ ചെറിയ ഗുളികയുണ്ട്. ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാ, ചെറിയ ഗുളികയുണ്ട്, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം നിർത്തി ഹാപ്പിയായിട്ട്. പനിയും ചെറുത് ഒന്നുമില്ല, അതൊന്നും അങ്ങനത്തെ സംഭവമൊന്നുമില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് വലിയ സന്തോഷമായി. പുള്ളി പറഞ്ഞു, ഞാനും കർഷക തൊഴിലാളിയാണ്, കുറേ സ്ഥലമുണ്ട്, പാടത്ത് പണിയെടുക്കുന്നു. എനിക്കും സാറിനെ പോലെ തന്നെ നല്ല സ്റ്റൗട്ട് വേണം, ബോഡിയൊക്കെ കാണിക്കുക. ശരിയാ, എന്നേക്കാൾ നല്ല സൂപ്പർ ബോഡിയാണ് അദ്ദേഹത്തിൻ്റേത്. 6 പാക്ക് മസിലാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 65 വയസ്സായി, അല്ല 66 വയസ്സാണ്. അദ്ദേഹം ഒരു ഏജിൽ ലുക്കിങ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രായം കേൾക്കണമെന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ അദ്ദേഹം ഞാൻ ചെറുപ്പക്കാരനാണെന്നുള്ള വിചാരത്തില്ല. ഞാൻ പ്രായം 66. നമ്മളൊരു പ്രായമാണോ? പുള്ളി എൻ്റെയൊക്കെ കൈയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ചാകെ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതിന് ഉദ്ദേശം എന്ന് ചോദിച്ചോ. എനിക്ക് 110 വയസ്സ് വരെ ജീവിക്കണം, അതാ എൻ്റെ. 110? ഞാൻ പറഞ്ഞതേ, ജപ്പാൻകാർക്ക് അവരുടെ മിനിമം റേറ്റ് 100. 100-ൽ താഴെ ആരും മരിക്കാറില്ല. അത് 120, 130 മുമ്പോട്ട് പോയാൽ. അതുകൊണ്ട് ഞാനൊരു മിനിമം പിടിച്ചു 110. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ ശരീരത്തെ സ്നേഹിക്കുന്ന, അല്പസ്വല്പം എക്സസൈസും ഭക്ഷണം നിയന്ത്രിക്കുന്ന ഏതൊരാൾക്കും എത്തിച്ചേരാം. ഒരിക്കലും 3/4 വയറ് കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം. പിന്നെ ഈ കുഞ്ഞായ്മയായി നടക്കരുത്, പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും. ബി പോസിറ്റീവ്. മറ്റുള്ളവരൊന്നും പോട്ടെ, നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും. നിങ്ങളുടെ ചുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഈ ചായക്കപ്പും ചുണ്ടിനിടെ നഷ്ടപ്പെടും. അങ്ങനെ എനിക്ക് നഷ്ടപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കാര്യം നഷ്ടപ്പെട്ടു. ഞാൻ സന്തോഷമാണ്. അത് എനിക്ക് ധാരാളം ദുഃഖമോ പരാതി വരുമോയൊന്നുമില്ല. എനിക്കെന്തെങ്കിലും തരാനുള്ളതാണ് ദൈവം തരും, അല്ലേ? അങ്ങനെയാണ് എൻ്റെ വിചാരം. രസം എന്നറിയാം, നമ്മുടെ നല്ല പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളുമൊക്കെ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ നേരിട്ട് കാണാൻ പറ്റും. പ്രവൃത്തിയിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, കൊച്ചുമക്കളാകട്ടെ, അവരെല്ലാം ഓരോ രംഗത്ത് നേടിയെടുക്കുന്ന നേട്ടങ്ങൾ, കൊയ്തെടുക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് പോവുകയാണ്. നമുക്ക് ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത തലങ്ങളിലേക്കാണ് മക്കളൊക്കെ കയറി ചെല്ലുന്നത്, എത്തിപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെയോ ലോകത്ത് തന്നെയോ അറിയപ്പെടുന്ന പദവിയിലേക്കൊക്കെ മക്കളും കൊച്ചുമക്കളൊക്കെ കയറി വരുമ്പം നമുക്ക് സന്തോഷമാകത്തില്ലേ? നമുക്കുടെ കഴിവുകൊണ്ടാണോ? നമ്മൾ ടാറ്റ, ബിർളയോ അദാനിയൊന്നും അല്ലല്ലോ. പക്ഷേ നമുക്കിതൊക്കെ സാധിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇടപെടലും കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിഹൗ, എല്ലാം ദൈവകരുണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എങ്ങനെ നടക്കാൻ തുടങ്ങിയോ? ഉണ്ടോ? നിങ്ങളുടെ ബ്രദർ ഇപ്പോൾ ഓക്കെ ആയല്ലോ അല്ലേ? ഞാൻ കാണുന്നുണ്ട്.
എന്നാൽ ഇങ്ങനെ എല്ലാവരും എടുത്ത് വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ ഞാൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിട്ടത് പുള്ളിയെ ആ ഓട്ടോറിക്ഷയെ കൊണ്ടുപോയാലും അന്നേരെ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാമൂഹികമായി നമ്മുടെ ഇടപെടൽ എപ്പോഴും നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കത്തുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ നാം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്താൽ അടിപൊളി ജീവിതമായിരിക്കും. നിങ്ങൾക്കൊരു രഹസ്യം അറിയണോ? എത്ര തിരക്കുണ്ടെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും വൈകിട്ട് അരമണിക്കൂർ തനിച്ചിരുന്ന് വർത്തമാനം പറയാറുണ്ട്. അത് വൈകിട്ടെന്ന് പറയാൻ ചിലപ്പോൾ 5 മണിക്കായിരിക്കും, ചിലപ്പം ഇന്നലെ രാത്രി 10 മണിക്കായിരുന്നു, ചിലപ്പം ഞാൻ 10:30 ഉറങ്ങുന്ന ആളാണ്. എന്നാലും അതിന് സമയം കണ്ടെത്തും. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് താങ്ങായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവമുണ്ട്, നമ്മളും ഉള്ളൂ. അല്ലാതെ മക്കൾ ഉണ്ടാകുമെന്നോ മരുമക്കളുണ്ടാകുമെന്നോ വിചാരിക്കണ്ട. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് എന്താവശ്യം വന്നാലും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവം കഴിഞ്ഞാൽ ഞാനല്ലേ. അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. അതിൽ തിരിച്ചും എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ. അത് അങ്ങനെ വേണ്ട ഒരു കുടുംബം ഇമ്പമുള്ളതായിരിക്കണമല്ലോ കുടുംബം, അല്ലേ? ഞാൻ കുടുംബത്തിലേക്ക് കയറി വരുമ്പം എൻ്റെ ചെടികൾ പോലും തലയാട്ടുന്നത് ഞാൻ കാണാം. രാവിലെ വലിയ മരങ്ങൾക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാവും. അത് എക്സസൈസ് കഴിഞ്ഞ് ചെന്നിട്ട് 6 കായ്ച്ച് നിൽക്കുന്ന 6 ജാതിയുണ്ട്, നന്നായി വിളവ് തരുന്ന തെങ്ങുണ്ട്, അതിനൊക്കെ വെള്ളം ഒഴിക്കും. ബാക്കി ചെടികൾക്കെല്ലാം പൈപ്പിട്ട് വൈഫാവും. മറ്റേ ഞാനൊരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് വലിയ ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുക. അളവ് കൂടെ അറിയാമല്ലോ, ഇത്ര കൊടുക്കാവുന്നേ. അപ്പോൾ അങ്ങനെ ഈ ചെടികളും 4 മാവാണ് കായ്ച്ച് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ആക്ച്വലി ഏതെൻ തോട്ടത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഒന്നിനും ഒരു കുറവില്ല. ഇതിൻ്റെ ഒരു കാര്യമുണ്ട്, ഞാനൊന്നും ഇങ്ങനെ വിൽക്കുന്ന ആളല്ല. എൻ്റെ വീട്ടിൽ മാങ്ങ ഉണ്ടായി ഞാൻ എല്ലാവർക്കും പറിച്ചു കൊടുക്കും. മാമ്പഴമെല്ലാം പഴുപ്പിച്ചാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും ഉണ്ടാകുന്നത് കൊടുക്കും, വിൽക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം കർപ്പൂരമാവിന് 16,000 രൂപ എന്ന് പറഞ്ഞാൽ മാങ്ങ പറിക്കുന്നവർ. ഞാൻ പറഞ്ഞില്ല, അത് എനിക്കും എൻ്റെ പിള്ളേർക്കും കൊച്ചുമക്കൾക്കും എൻ്റെ അയൽക്കാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഉള്ളതാണ് എന്ന് പറയും. അത് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങാണ്. അതുകൊണ്ട് എന്താണ്, ഓരോ പ്രാവശ്യവും മാവ് മത്സരിച്ചാണ് കായ്ക്കുന്നത്. അത് 3-4 വെറൈറ്റി മാവ് ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എലിഫൻ്റ് ആപ്പിൾ എന്ന് പറയുന്നൊരു മരമുണ്ട്. എല്ലാ വർഷവും ഒരു 100-150 കാ തരും. ഞാനത് കുടിക്കുന്നുണ്ട്. അത് ഡയബറ്റിക്കിനും പ്രഷറിനും കിഡ്നിക്കൊക്കെ നല്ല, സ്കിൻ ഡിസീസിനൊക്കെ നല്ല, സ്കിന്നൊക്കെ നല്ല സ്മാർട്ടാണ്, യങ്. പിന്നെ യൗവനം തരുമെന്നൊക്കെയാണ് അതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നോക്കിക്കൊള്ളുക. അത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് എലിഫൻ്റ് ആപ്പിൾ. ഒരാപ്പിളിന് അവർക്ക് 290 രൂപയാണ് വില. അതിൽ കൂടിയത് ഏറ്റവും കുറഞ്ഞതിന് 290. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു 39-350 രൂപ റേഞ്ചുള്ള പഴമാണ്. ഞാനത് കഴിക്കുകയും മറ്റവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അതങ്ങനെ അങ്ങനെ പല ഇതുപോലെ കറുവാപ്പട്ട, പിന്നെ പേര, എന്താ ഇല്ലാത്ത എല്ലാം ഉണ്ട്. സന്തോഷം. ബി പോസിറ്റീവ് ഓൾവേസ്. അതാണ് എൻ്റെ രഹസ്യം. നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പം രഹസ്യം ബി പോസിറ്റീവ്. മറ്റൊരു ഉയർന്നു പോകുമ്പം നമ്മൾ സന്തോഷിക്കണം. എൻ്റെ അയൽവക്കംകാരൻ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അയൽവക്കംകാരൻ കാറ് വാങ്ങിക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കുശുമുണ്ടാകുന്നത് അത് പോസിറ്റീവാണ്. കാരണം ബൈക്കിൽ നടക്കുന്ന നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം, എനിക്ക് ഒരു കാറ് വാങ്ങിക്കണം എന്നുള്ള ത്വര നിങ്ങളുടെ കുടുംബത്തിൽ സൃഷ്ടിക്കുന്നുണ്ടത്. പണ്ടൊക്കെ ഞാനും അത് നെഗറ്റീവായിട്ട് പറയുമായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ നിർത്തി. അയൽവക്കത്തൊരു കാറ് വാങ്ങിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമുക്ക് തന്നെയും എനിക്കൊരു കാറ് വാങ്ങിക്കണം, അതിലും മുന്തിയ കാറ് വാങ്ങിക്കണം എന്നൊരു തിങ്കിങ്, ഒരു തോട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുശുമ്പ് കുന്നായ്മയൊന്നുമല്ല, അതൊരു പോസിറ്റീവ് തിങ്കിങ്ങാണ്. അന്ന് തൊട്ട് എന്ത് ചെയ്യും, ചിലവ് ചുരുക്കും, ആർഭാടങ്ങൾ ഒഴിവാക്കും, ചിട്ടിയിൽ ചേരും, പരിശ്രമിക്കും. ഒന്നല്ലേ 2ാമത്തെ വർഷം നമ്മുടെ വീട്ടുമുറ്റത്ത് നാം ആഗ്രഹിച്ച മനോഹരമായ കാറ് കിടക്കും. അപ്പോൾ അത് നെഗറ്റീവ് തിങ്കിങ് ആണോ? അല്ല. പരദൂഷണം പറഞ്ഞ് നടക്കരുത്,
പക്ഷേ ആ പോസിറ്റീവ് തിങ്കിങ്, അയൽക്കാരൻ്റെ മുമ്പിൽ ഒരു കാറ് വരുമ്പോൾ നമ്മുടെ മനസ്സിലാണ് ആ പോസിറ്റീവ് തിങ്കിങ്, അതാണ് ഉദ്ദേശിച്ചത്. അവൻ കട്ടും മോട്ടിച്ചും കൈക്കൂലി മേടിച്ചാൽ പറഞ്ഞ് നടക്കുമ്പോൾ അത് പരദൂഷണമാണ്. മറിച്ച് ഞാനീ പറഞ്ഞതുപോലെ അവനത് കഴിയുമെങ്കിൽ എനിക്കും കഴിയും എന്ന് വിചാരിക്കുന്ന ആ ഒരു പോസിറ്റീവ് തിങ്കിങ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. നമ്മുടെ ജീവിതം ഉയരണം, നമ്മുടെ കുടുംബം സമാധാനവും സന്തോഷമുള്ളതായിരിക്കണം. എൻ്റെ മക്കൾക്ക് ഞാനൊരു അഭിമാനമായിരിക്കണം. നമ്മൾ സാധാരണ ജോലിക്കാരനാകട്ടെ, ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ആളാകട്ടെ, ട്രക്ക് ഓടിക്കുന്ന ആളാകട്ടെ, എൻജിനീയറാകട്ടെ, ഡോക്ടറാകട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ മക്കൾക്കൊരു മാതൃകയായിരിക്കണം. എത്രയോ ഡോക്ടർമാർ ജയിലിൽ കിടക്കുന്നു, എത്രയോ പേര് എക്സസൈസ് ഒന്നും ഇല്ലാതെ തട്ടിപ്പോകുന്നു, പണം മാത്രം നോക്കിയിരുന്ന് തട്ടിപ്പോകും. വി മസ്റ്റ് ഡു സം എക്സസൈസ്. ഏത് പോസ്റ്റ് ആയിരുന്നോ, മന്ത്രി ആയിരുന്നു, ഞാൻ പറയും വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹം എല്ലാവർക്കും മോഡലാണ്. എന്താ അദ്ദേഹം, എനിക്ക് തോന്നുന്നൊരു 90 വയസ്സിലും അദ്ദേഹം നടക്കുമായിരുന്നു, രാവിലെ എക്സസൈസ് ചെയ്യുമായിരുന്നു, ജീവിതത്തിൽ ക്രമം പുലർത്തുമായിരുന്നു, ഭക്ഷണത്തിൽ നിയന്ത്രണം പുലർത്തുമായിരുന്നു, അല്ലേ? അങ്ങനെ നാടിൻ്റെ ഓമനയായി മാറിയ ആളാണ്, അല്ലേ വി എസ്? എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അതുപോലെ പിണറായിയെ ഇപ്പോൾ ഇഷ്ടമാണ്, വി എം സുധീരനെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എ.കെ. ആൻ്റണിയെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നേതാക്കന്മാരുണ്ട് നമുക്ക് മോഡൽസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സമൂഹമോ അല്ല ഈ നാടിനെല്ലാം മാറ്റിമറിച്ചത്. കൂട്ടായി കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവ് പറയുന്നുണ്ട്, ഈ വികസനം ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ വികസനം, ഇതൊരു തുടർച്ചയായ ഗവൺമെൻറ്റുകളുടെ വികസനം. ഇവിടെ ഇന്ത്യ സഹകരണ രൂപീകൃതമായ മുതൽ എന്തൊരു തീരുമാനം എടുത്താൽ EMS ഒക്കെ ഇരുന്ന് നാട്ടിൽ പണിയെടുക്കുന്നവനെ സ്ഥല ഉടമയാക്കി മാറ്റും തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ എന്നതായിരുന്നു മാഗ്നിഫിഷ്യൻ ഡിസിഷൻസ് അല്ലേ? അങ്ങനെയല്ലേ ഇതൊക്കെ ഉണ്ടായത് കേരളം. അപ്പോൾ അന്ന് തുടങ്ങി EMSന് ഗവൺമെൻറ് തുടങ്ങി, നാളിതുവരെയുള്ള എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഈ വികസനത്തിനൊരു പങ്കുണ്ട് എന്നാണ് രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എനിക്കത് ഇഷ്ടപ്പെട്ടു, കറക്റ്റ് കാര്യമാണ്. അല്ലാതെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ പരവനും മതിയെന്ന് വിചാരിക്കുന്ന ആ കാലം അല്ലിപ്പം. ഞാനും എൻ്റെ പരവൻ നല്ല തേങ്ങ ഇടുന്നതാണ്, പരവൻ എന്ന് പറയാൻ പാടില്ല, ഒരു സബ്സ്റ്റാൻഡേർഡ്. ആരും തൊഴിലിൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കണം, ഞാൻ പറഞ്ഞ് ക്ഷമിക്കണം. തേങ്ങ ഇടുന്ന ആൾ, അടുത്ത ഒരു പ്രൈസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ബഹുമാനിക്കുന്നവരാണ് ഏത് തൊഴിലാളിയെയും. ഓക്കെ, അപ്പം അങ്ങനെ തിങ്ങുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും എനിക്ക് തേങ്ങ ഇടാൻ ആളും മതിയെന്ന് പറയുന്നൊരു കാലമുണ്ടായി, ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയല്ല, നിങ്ങൾ എവിടെ നിന്ന് എത്ര പണം കൊണ്ടുവന്നാലും നിങ്ങൾ പണമായിട്ട് പോയി ലുലുമാളിൽ പോകണം, ലുലുമാൾ സ്ഥാപിച്ച ഒരാളുണ്ട് അവിടെ, അയാളുടെ വിഷനുണ്ട്, അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. അല്ലെ കിട്ടുമോ? നിങ്ങളുടെ എത്ര കോടി രൂപ നിങ്ങൾ മണലാരണ്യത്തിലാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു തണ്ണിമത്തം കിട്ടുമോ കാശ് കൊടുത്താൽ? അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർ ചെയ്യുന്ന, നിങ്ങൾ മേലാ കിടക്കുമ്പം. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ഇന്നലെ കോട്ടയം മെഡിക്കൽ സെൻറ്ററിൽ എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ ഒരു ബാക്ക് ആക്സിഡൻറ്റിൽ പെട്ട് അവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുണ്ട്. ഞാൻ കാണാൻ ചെന്നപ്പം വേറെ 1-2 യാത്രയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ബൈക്കിലാണ് പോയത്. പാർക്കിംഗ് പ്രശ്നം കാരണം ബൈക്ക് കൊണ്ട് സ്റ്റാൻഡ് വെക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി, ബൈക്ക് അങ്ങ് വീണുപോയി. ഞാൻ വിചാരിച്ചിട്ട് പൊങ്ങുന്നില്ലത്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഓട്ടോ തൊഴിലാളികൾ ഓടി വന്ന് പൊക്കിയെടുത്തു വന്നു. അതാലോചിക്ക്, ഞാനും എൻ്റെ ഭാര്യയും തേങ്ങായിടുന്ന ആളും ഉണ്ടെങ്കിൽ ആ ബൈക്ക് അവിടെ കിടന്നേനെ. ഒരാൾ ഓടി വന്ന് പൊക്കിയെടുത്തു തന്നില്ലേ? അതാണ് നമ്മുടെ കേരളം. ഞാൻ അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞു. അവർ ഞങ്ങൾ ചേട്ടനൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അല്പം രോഗാവസ്ഥയിൽ മെഡിക്കൽ സെൻറ്ററിലാണ്, ഇൻറ്റൻസീവിലാണ്. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. പിന്നെ എത്രയും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ. ഞാൻ രാവിലെയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. 2 ദിവസമായിട്ട് പ്രാർത്ഥനയിലാണ്. നല്ലൊരു പയ്യനാണ് അവന്. എൻ്റെ കുടുംബം അവനെക്കൂടെ നോക്കിയില്ലേ, അവൻ്റെ രാവത്ത് ഗൃഹനാഥനാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം, അവൻ എത്രയും വേഗം സുഖം പ്രാപിച്ച് വരട്ടെ. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും
ചെറിയ ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത് ഇൻറ്റൻസീവ് കിടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രാർത്ഥിക്കണം. എൻ്റെ സൈമൺ സാറിൻ്റെ ഫ്രണ്ട് ഈശോയ്ക്കറിയാം, ഞങ്ങളുടെയൊക്കെ പ്രിയ പേര് പറയുന്നില്ല. ഓക്കെ, അത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പം പ്രാർത്ഥിക്കണേ. നമുക്ക് ഈ ജീവിതം സന്തോഷപ്രദമായിട്ട് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും വേണം. ഈ നാട്ടിൽ പണിയെടുക്കുന്ന ഏതൊരാളും വേണം എന്ന വിചാരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.